ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CMA US പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ഫെയിലായി പോകുന്നത്, അവർ മുന്നോട്ട് അവരുടെ സ്റ്റഡീസ് കൊണ്ടുപോകാത്തത് എന്നുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഈ റീസൺസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് ഒന്ന്, അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മിസ്റ്റേക്സും, പിന്നെ ഒന്ന് അവർ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മിസ്റ്റേക്സും. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർ ഫെയിലായിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടെ പഠിച്ചിട്ടും ഫെയിൽ ആവുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിച്ചുകൊണ്ടിരിക്കവേ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇൻഫോർമേഷൻസ് വരുമ്പം ഇവർ ഈ CMA US കോഴ്സ് 2 പാർട്ടേ ഉള്ളൂ, ഈസിയാണ് എന്നൊക്കെ പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ഈ കോഴ്സിനെ. പഠിക്കാൻ നല്ല എളുപ്പമാണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിരിക്കും. പക്ഷേ എക്സാമിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ടഫ് ഏരിയ വരുന്നത്. പക്ഷേ അത് റിയലൈസ് ആവാതെ വളരെ ഈസി കോഴ്സാണെന്ന് പറഞ്ഞ് അതിന് കൊടുക്കേണ്ട സമയവും ഒരു ഫോക്കസും കൊടുക്കാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് നോട്ട്സ് അവർക്ക് ഉണ്ടാവില്ല. സ്പെഷ്യലി ഈ കോച്ചിങ്ങിൽ, അതായത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പോകുന്നവർക്ക് ഒരു ദിവസം ഒരു 6-7 മണിക്കൂറത്തെ ക്ലാസ് ഒക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ആ 6-7 മണിക്കൂർ അവർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരേ പാറ്റേൺ ആയിരിക്കാം. ചെയ്യുന്നതല്ല പ്രശ്നം, ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെക്ഷന് തന്നെ ഒരു 5-6 നോട്ട്ബുക്സ് വരും. അതുകൊണ്ട് അവർക്ക് അറ്റ് ദ എൻഡ് വലിയ ഗുണങ്ങളുണ്ടാവില്ല. അതായത് MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോട്ട്സ് ഒന്ന് ഓട്ടിച്ച് വായിക്കണമെങ്കിൽ അവർക്ക് ഈ 5-6 നോട്ട്ബുക്ക് ചകഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. സോ അത്രയും ടൈം പോവുകയാണ്, ഫോക്കസ് പോവുകയാണ്. സോ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ MCQs അല്ലെങ്കിൽ ഈ ഡെയിലി നമ്മൾ ഈ കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ കോൺസെപ്റ്റ് മാത്രം ഒരു ഷോർട്ട് നോട്ട് ബുക്കിൽ ആഡ് ചെയ്ത് പോവുക. പുതിയ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് പോവുക. അല്ലാതെ അവസാനം MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട്ബുക്സ് ഒക്കെ വെച്ച് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നിങ്ങളുടെ ഇൻട്രസ്റ്റ് പാതി വഴിയിൽ നിങ്ങൾക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്സ്. പിന്നെ മൂന്നാമത്തെ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിയറിയൊക്കെ പഠിച്ച് കാണും, കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കാണും, പക്ഷേ MCQ പ്രാക്ടീസ് ചെയ്യാറില്ല. MCQ പ്രാക്ടീസ് വളരെ കുറവായിരിക്കും. മിനിമം ഒരു 2000 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താലേ നമുക്കൊരു അഷ്യൂരിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ചില സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യത്തില്ല. മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാം MCQ ബേസ്ഡ് ആണ് കൂടുതലും അല്ലേ. അപ്പം നമ്മൾ അതും MCQവിൻ്റെ പെർസ്പെക്റ്റീവ് വേറെയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, കൂടുതലും ഇൻഡയറക്റ്റ് ആണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയാലേ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ തിയറി പഠിക്കുന്ന പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് MCQ പ്രാക്ടീസിനും. മേ ബി ഒരു പടി മേലെ MCQ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 100 MCQ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പഠിച്ച പുതിയ കാര്യങ്ങൾ നമ്മളെ നോട്ട്സിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ഈ എഴുതി വെച്ച ഷോർട്ട് നോട്ട്സ് ഒന്നേന്ന് വായിക്കുകയും വേണം. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ എഴുതി വെച്ച നോട്ട്സ് റീഡ് ചെയ്യുമോ അത്രയും നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്തിൽ, MCQസിൽ അല്ലേ. പക്ഷേ പല സ്റ്റുഡൻസും ഈ റീഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യില്ല. അവർ ഫസ്റ്റ് എഴുതി വെച്ച കാര്യം അവിടെ ഉണ്ടാവും, അവരുടെ മൈൻഡിൽ ഇത് MCQ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒടുവിലെല്ലാം മനസ്സിലാവും. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. കാര്യം MCQ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല, കൂട്ടത്തിൽ ഇവർ എഴുതി വെച്ച നോട്ട്സ് എല്ലാം വായിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. MCQ പ്രാക്ടീസിനോടൊപ്പം വളരെ ഇമ്പോർട്ടൻസ് ആണ് റീഡിങ് നോട്ട്സും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാത്തത് കൊണ്ടും പലരും ഫെയിലായി പോകാറുണ്ട്. കാര്യം MCQ ഇതിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണില്ല. MCQ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാതെ ഒരേ മാർക്ക് തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ അവർ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും അത് ഫെയിലായി പോവുകയും ചെയ്യും. കാര്യം ശരിക്കും നോക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവോ ഇല്ല. കാര്യം അവർ റീഡ് ചെയ്യുന്നില്ല. എഴുതി വെച്ച നോട്ട്സൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി വായിച്ചുകൊണ്ടേയിരിക്കണം. സോ ഇതില്ലാത്തത് കൊണ്ടും പല സ്റ്റുഡൻസ് എന്താവുന്നുണ്ട്, ഫെയിലാവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, പലർക്കും പ്ലാൻ ഒന്നും ഉണ്ടാവാറില്ല. ഒരു ഫ്ലോയിലങ്ങ് പോവും. കിട്ടുന്ന നോട്ട്സൊക്കെ വായിക്കും, കിട്ടുന്ന മെറ്റീരിയൽസൊക്കെ അങ്ങ് എടുക്കും. ഒരു പ്ലാനിങ് ഇല്ലാതെ വെറുതെ MCQ ഇങ്ങനെ ഒരു ദിവസം ഒരു 10-20 MCQ ഇന്നത്തെ ചെയ്യുന്നു, എന്നിട്ട് ഇന്നത്തേക്കുള്ളതൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 4-5 മാസം ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ നമുക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ പ്ലാനിങ് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പല അറ്റംപ്റ്റിലോട്ട് പോവേണ്ട ഒരു അവസ്ഥയും വരും. ഓക്കെ, സോ
പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ സെൽഫ് സ്റ്റഡി പ്ലാൻ എന്തായിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. എൻ്റെ 4 months പ്ലാൻ എങ്ങനെയായിരുന്നു, ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസാണ് റെഫർ ചെയ്തത്, എത്ര MCQs ആണ് അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്തതെന്നൊക്കെ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽസ്. സോ ബേസിക്കലി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെയൊന്നും നിങ്ങൾക്ക് ഈ എക്സാം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പാസ്സാവാനോ നല്ല മാർക്ക് എടുക്കാനോ ഒന്നും പറ്റില്ല. ഓക്കെ, പിന്നെ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കൂടുതൽ അങ്ങ് ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ മെയിൻ പ്രശ്നം സ്പൂൺ ഫീഡിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ് മിക്ക സ്റ്റുഡൻസ്. അതായത് അവർക്കൊരു MCQസിൻ്റെ ആൻസർ മനസ്സിലായില്ല, ഉടനെ അവർ പോയി ടീച്ചറിനോട് ചോദിക്കും, ഇതെന്താ, എനിക്ക് ഇതിൻ്റെ ആൻസർ എന്താ, ഇതെന്താ ഇങ്ങനെ വന്നേന്ന്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം, എക്സാമിനൊരു ക്വസ്റ്റ്യൻ വന്നു, ആ സമയത്ത് നിങ്ങൾക്ക് ടീച്ചറോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ ഒന്നുമില്ലല്ലോ റെഫർ ചെയ്യാൻ. നിങ്ങളാണ് അവിടെ ചിന്തിക്കേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു MCQ കണ്ട് ഫസ്റ്റ് നോട്ടത്തിൽ നിങ്ങൾക്കത് മനസ്സിലായില്ല, ഉടനെ നിങ്ങൾ പോയി കോച്ച് ചെയ്യുന്ന ട്യൂട്ടേഴ്സിനോടത്തൊന്നും അല്ല ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു ആൻസർ നിങ്ങളത് ചൂസ് ചെയ്യുക. അത് തെറ്റാണെങ്കിൽ അതിൽ വരുന്ന കമൻസ് വായിക്കുക, ഇതെന്തുകൊണ്ടാണ് തെറ്റായത്, ബാക്കിയുള്ളത് എങ്ങനെയാണ്, ബാക്കി ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയതെന്ന് സ്വന്തമായി അനലൈസ് ചെയ്തിട്ട് ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയില്ലെങ്കിൽ അതിനു വേണ്ടി വേറെ യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്ത് അങ്ങനെ സ്വന്തമായി അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് ഒടുവിൽ നടക്കാതെ വരുമ്പോഴേ നമ്മൾ ഈ ട്യൂട്ടറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സ് പല സ്റ്റുഡൻസും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ അവർ ഓവർ റിലയൻസ് ആണ് ഈ ട്യൂട്ടേഴ്സായിട്ട്. അപ്പോൾ ഈ ഓവർ ഡിപ്പെൻഡൻസി അവർക്ക് സ്വന്തമായി തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവരവിടെ ബ്രേക്ക് ചെയ്യുവാണ്. സോ ഏതൊരു കാര്യത്തിനും നമ്മൾ കൂടുതൽ നമ്മുടെ എഫേർട്ടും നമ്മുടെ ഫോക്കസും ഇട്ടാലേ നമുക്കത് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതും ഒരു കാരണമാണ് കൂടുതലും സ്റ്റുഡൻസ് ഇങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കാൻ. ഓക്കെ, പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCQs പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു എക്സാം ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, അതിൽ ചിലപ്പോൾ ഒരു 40 or 30 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവുക. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ അതിനെ വിടുകയല്ല വേണ്ടത്, വീണ്ടും ഈ 100 MCQs എടുത്ത് റിവ്യൂ ചെയ്യണം. അതായത് ഇതെന്തുകൊണ്ട് തെറ്റി, ഇതെന്തുകൊണ്ട് ശരിയായി, എനിക്ക് ഇത് പുതിയ കോൺസെപ്റ്റ് ആണല്ലോ, ഓക്കെ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, എന്നിട്ട് അത് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു നോട്ടിലോട്ട് എഴുതുക. സോ ഈ പ്രോസസ്സൊന്നും ചെയ്യാതെ ജസ്റ്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടേ MCQs ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. സോ ഇതും പല സ്റ്റുഡൻസും ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെയാണ് കൂടുതൽ സ്റ്റുഡൻസും മിസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് പലതും വീക്ക് ക്ലാരിറ്റി ആയിരിക്കും. അതായത് ചില കോൺസെപ്റ്റ്സൊക്കെ അവിടെ ഇവിടെ അറിയായിരിക്കും, പൂർണ്ണമായിട്ട് അറിയാൻ ശ്രമിക്കാറുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വരില്ലായിരിക്കും എക്സാം, അല്ലെങ്കിൽ 100 MCQs ഉണ്ടല്ലോ, അതിൽ ഇതൊരെണ്ണമല്ലേ പോകത്തുള്ളൂ, ബാക്കി എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ MCQs എങ്ങനെയാണോ ഒരു കുട്ടിക്ക് കിട്ടുന്ന പോലെയല്ല അടുത്ത കുട്ടിക്ക് കിട്ടുന്നത്. നിങ്ങൾക്കറിയാലോ, അതിങ്ങനെ എന്താ പറയുക, പലർക്കും പല ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ഏരിയയിൽ നിന്നായിരിക്കും ഒരു 10-20 ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നമുക്കങ്ങനെ CMA USൽ ഒരു ഏരിയ അങ്ങനെ വിടാൻ പറ്റില്ല. എല്ലാ ഏരിയയ്ക്കും നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു മിനിമം ക്ലാരിറ്റി എങ്കിലും ഉണ്ടാവണം. അപ്പോൾ ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി പഠിക്കുമ്പോൾ തന്നെ വരുത്താൻ ശ്രമിക്കുക. അല്ലാതെ 100 ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൽ 20 അല്ലേ, അതിൽ 1-2 അല്ലേ പോകത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സെക്ഷനിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കുട്ടികൾ പെട്ടുപോയിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, കാര്യം ഈ എക്സാമിന് അങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല. അതായത് ഇത്ര സെക്ഷനിൽ നിന്ന് ഇത്ര വെയിറ്റേജിൽ ഇത്ര ക്വസ്റ്റ്യൻസ് വരും എന്നൊന്നും IMA നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അവർക്ക് ഇഷ്ടം ഉള്ള പോലെ അവർക്ക് റാൻഡമായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് തരാം. അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാ സെക്ഷനും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻസ് ആണ്. പലരും സെക്ഷൻ E and F ഒക്കെ വളരെ കുറച്ച് ഏരിയയിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന നിമിഷം വായിച്ചാൽ തന്നെ പാസ്സാവും എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ വിട്ടും. പക്ഷേ ഈ ഇടയ്ക്ക് എക്സാമിന് വന്നിട്ട് ഈ സെക്ഷൻ E and F ന്ന് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് ഒരു 19 ക്വസ്റ്റ്യൻ അത് മാത്രമായിട്ടുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ടാണല്ലോ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം നടക്കുന്നത്. അപ്പം റാൻഡം MCQs വരുമ്പം അവർ ഈ ഏരിയയിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് അങ്ങനെ വെച്ചല്ല ആ ഒരു എക്സാം സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാത്ത ഏരിയയിൽ നിന്ന് വന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയെന്നിരിക്കാം. സോ ആസ് എ CMA US സ്റ്റുഡൻറ്റ് നമുക്ക് എല്ലാ ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റിയും വരണം. ഓക്കെ, അതില്ലാതെ നമുക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വക മിസ്റ്റേക്സ് ഒക്കെ കണ്ടിന്യൂസ്ലി സ്റ്റുഡൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചത്. ഓക്കെ, പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ essay
എസ് എ പഠിക്കുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. MCQ ആണല്ലോ മെയിൻ, 3 അവർ MCQ ആണല്ലോ. അപ്പം എസ് എ 1 അവർ അല്ലേ ഉള്ളൂ, അപ്പോൾ അതിലൊരുപാട് മാർക്കൊന്നും വരത്തില്ലല്ലോ, ഇതിനാണല്ലോ മെജോറിറ്റി മാർക്ക് എന്ന് പറഞ്ഞിട്ട് എസ് എക്ക് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ പഠിക്കുന്നവരുണ്ട്. ആക്ച്വലി IMA ഒരിടത്തും പറയുന്നില്ല എസ് എക്ക് ഇത്ര മാർക്കാണ്, MCQന് ഇത്ര മാർക്കാണെന്നൊന്നും ഓരോടും പറയുന്നില്ല. ഓക്കെ, ആകെ ഒരു ക്രൈറ്റീരിയ, നമ്മൾ MCQ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 50 MCQ കറക്റ്റ് ആയാലേ നമുക്ക് SA സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഈ MCQന് ഇത്ര മാർക്കെന്ന് അവർ ഓരോടും പറയാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചില പാറ്റേണിൽ മേ ബി SA ആയിരിക്കാം കൂടുതൽ മാർക്ക് വരുന്നത്, MCQസിന് വലിയ മാർക്ക് ഉണ്ടാവില്ല. ഈ മാർക്ക് ഇങ്ങനെ റിവീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആർക്കും ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. SAയും MCQസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം SA പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാത്തിൻ്റെയും മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇമ്പോർട്ടൻസ്, അതുപോലെ ഫോർമുല, ഇതൊക്കെ അങ്ങനെ തന്നെ സെനാരിയോ ബേസ്ഡ് ചെയ്ത് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിച്ചു വെക്കാം. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് SA സെക്ഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് റെഫർ ചെയ്യാം. സോ അങ്ങനെ വേണം SAക്ക് പ്രിപ്പയർ ചെയ്യാൻ. അല്ലാതെ നിങ്ങൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ SAക്ക് വളരെ കുറച്ച് മാർക്കല്ലേ, MCQ ക്ലിയർ ആയാൽ തന്നെ ഞാൻ പാസ്സാവും എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ തെറ്റായ ധാരണയാണ്. ഒരുപാട് സ്റ്റുഡൻസിന് MCQ ക്ലിയർ ആയി SA അറ്റൻഡ് ചെയ്തിട്ട് കൂടി പാസ്സാവാതെ പല അറ്റംപ്റ്റിലോട്ട് പോയ ഒരുപാട് പേരുണ്ട്. സോ നിങ്ങൾ ഇതിനൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. ഓക്കെ, ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്സ് എന്താണ്? ഒന്ന് നമുക്ക് 3 അവറാണ് നമ്മുടെ MCQ എക്സാം അല്ലേ. അപ്പോൾ ഈ 3 അവർ എക്സാം എന്ന് പറയുമ്പം നമ്മൾ നല്ലോണം ബേൺ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് വെള്ളം കുടിക്കാനോ ഒന്നും കിട്ടില്ല, നല്ല AC ചില്ലരിയിരിക്കുന്നത്, നമുക്ക് പല ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തൊണ്ടയൊക്കെ നല്ലോണം ഡ്രൈ ആയതൊക്കെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിലാണ് നമ്മൾ ഈ ടെൻഷൻ അടിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ടെൻഷൻ അടിച്ചിട്ട് പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് തന്നെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. അങ്ങനെ MCQs ക്ലിയർ ആയി പോവാതെ കുട്ടികളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ എക്സാമിൻ്റെ എക്സ്പീരിയൻസും ഞാൻ എങ്ങനെയാണ് MCQ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചും കൂടി ഇതിലൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തതെന്ന്. ഇപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം പ്ലാനിങ് ഉണ്ടാവണം. 1 അവറിൽ ഇത്ര ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു 3 അവറിൽ, അതായത് മിനിമം ഒരു 35 ക്വസ്റ്റ്യൻസ് എങ്കിലും 1 അവറിൽ ക്ലിയർ ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്ലാനിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ആ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ആ 3 അവർ എക്സാം 3 അവറിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ MCQസും കാണാനും അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം അത് MCQയിലെ ടെൻഷൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും എന്താ പറയുക, ഈ ഒരു ക്വസ്റ്റ്യന് തന്നെ ഒരുപാട് സമയം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ മെയിനായിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ SA സെക്ഷൻ ഓപ്പൺ ആയിരിക്കും, പക്ഷെ അത് റിയലൈസ് ചെയ്യാതെ ചിലപ്പം സിസ്റ്റം അവിടെ ഇട്ടിട്ട് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഉള്ള ആൾക്കാർ വിളിച്ചിട്ടായിരിക്കും ഇവർ തിരിച്ചു വന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ടൈം പോവും. അപ്പം എനിക്കറിയുന്ന 4 അവർ എക്സാം എന്ന് പറയുമ്പോൾ നമ്മളൊരു 3 അവർ ആകുമ്പോൾ തന്നെ ബേൺ ഔട്ട് ആവും, ഫുൾ ടെൻസ്ഡ് ആയിരിക്കും, നമുക്ക് എന്താണോ ചുറ്റും നടക്കുന്നതെന്നുള്ള ഐഡിയ ഒന്നും ഇല്ലാതെ വിറങ്ങലിച്ചു പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ എക്സാമിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് SA ഓപ്പൺ ഉണ്ടാവും, പക്ഷേ SA എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറേ MCQs ആണല്ലോ നോക്കി വെച്ചേക്കുന്നത്. SA എങ്ങനെ ആൻസർ ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സെനാരിയോന്ന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കണം, ഇതൊന്നും നോക്കത്തില്ലായിരിക്കും. അപ്പം കാര്യം ഈ ഫുൾ ഇമ്പോർട്ടൻസ് MCQസിന് കൊടുത്തുകൊണ്ട് തന്നെ SA മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ലാത്തൊരവസ്ഥ. സോ അത് എങ്ങനെയാണ് SA അറ്റൻഡ് ചെയ്യണത്, എങ്ങനെയാണ് SAക്ക് ആൻസർ ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മിസ്റ്റേക്കാണ്, SA നോക്കാതിരിക്കുക എന്നുള്ളത്. അതൊക്കെ കൊണ്ട് എന്താ പറയുക, അത് കൂടുതലും നടക്കുന്നത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. നമ്മൾ ആ ഒരു കൊടുക്കേണ്ട എക്സാമിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും അതിന് കൊടുക്കേണ്ട ഫോക്കസും സമയവും കൺസിസ്റ്റൻസിയൊന്നും കൊടുക്കാതെ ഇത് വളരെ ഈസിയാണ്, ഒരുപാട് പേര് പാസ്സാകുന്നുണ്ട് എന്നൊക്കെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കുറേ സ്റ്റുഡൻസ് കാണാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒടുവിൽ പാസ്സാവാത്തൊരവസ്ഥയാണ് സംഭവിക്കുന്നത്. സോ SA എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ ഉണ്ടാവും.
ഇപ്പോൾ ബേസിക്കലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു എക്സാമിന് ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CMA US എക്സാം പാസ്സാവുന്നത് ഓവർ ദ വേൾഡ് ഒരു 50% പേരൊക്കെ പാസ്സാവുന്നുള്ളൂ. അത് എഴുതി എല്ലാവരും ഒന്നും പാസ്സാവുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസും അറിയാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ സമയവും നഷ്ടവും പൈസ നഷ്ടവും എല്ലാം നിങ്ങൾക്കാണ്. ഓക്കെ, ഇപ്പം അത്രയും ചിലവ് കുറഞ്ഞ കോഴ്സൊന്നും അല്ല ഇത്. പഠിക്കാനാണെങ്കിലും മെറ്റീരിയൽസ് വാങ്ങാനാണെങ്കിലും എന്തിന് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് പോലും നല്ല പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു കോഴ്സാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസും സമയവും കൺസിസ്റ്റൻസി ഒക്കെ കൊടുക്കുക. ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിപ്പോൾ സെൽഫ് സ്റ്റഡി, ഇപ്പം നമ്മുടെ സ്റ്റഡി പ്ലാൻ ആണെങ്കിലും ഇല്ലെങ്കിൽ എക്സാം പ്ലാനിങ് ആണെങ്കിലും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും മൈൻഡ് കാമായിട്ട് നമ്മൾ ആ എക്സാമിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.